ഹാപ്പി സാബത്ത്. ഇന്ന് ഞാൻ ഹെൽത്ത് ടോക്കായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ഒരു ഡിസീസിനെ പറ്റിയാണ്. ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലായിരിക്കും. ഈ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ഡിസീസ്. പടർ താമരൈ എന്ന് തമിഴിൽ പറയും. അത് റിംഗ്വാം എന്നാണ് ആ ഒരു ഡിസീസിൻ്റെ പേര്. ഈ ഒരു ഡിസീസ് മറ്റൊരു വിധത്തിൽ പറയുന്നതെന്ന് പറയുന്നത് ഡെർമാറ്റോഫൈറ്റോസിസ് അല്ലെങ്കിൽ ടീനിയ കോർപ്പോസിസ്. ഇത് റിംഗ് വേം എന്ന് പറയുന്നെങ്കിലും ഇതൊരു വേം ഡിസീസ് അല്ല, അല്ലെങ്കിൽ ഒരു വേം മൂലം ഉണ്ടാകുന്ന ഒരു വ്യാധിയല്ല. പകരം ഇതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ്. അപ്പം ഇത് എന്തുകൊണ്ട് ഇതിനെ റിംഗ് വേം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യാധി നമ്മളിൽ ബാധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ദേഹത്തൊക്കെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊരു പാച്ചസ് ഉണ്ടാവും. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ റിംഗ് ഷേപ്പിൽ ഒരു പാച്ചസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ ഒരു ഡിസീസിനെ നമ്മൾ റിംഗ് വേം എന്ന് പറയുന്നത്. ഇതിന് ബയോളജിക്കലി കുറേ കോസറ്റീവ് ഏജൻസ് ഉണ്ട്. എസ്പെഷ്യലി ഫംഗസ് ആണ് ഇതിന് കാരണം എന്ന് പറയുന്നു. ആ ഫംഗസ് ഗ്രൂപ്പുകളുടെ പേര് മൈക്രോസ്പോറം അല്ലെങ്കിൽ എപ്പിഡെർമോഫൈറ്റം എന്ന് പറയുന്ന ചില സ്പീഷീസ് മൂലമാണ് ഈ ഒരു ഡിസീസ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു വേം കോസ് ചെയ്യുന്ന ഡിസീസ് അല്ല, പകരം ഇതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ്. ഇനിയും ഈ ഒരു അസുഖത്തിൻ്റേതായിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇത് ബാധിക്കപ്പെട്ട ഇടങ്ങളിലെല്ലാം പടർത്താമര ഇത് ഉണ്ടാവുന്നതായിട്ടുള്ള ഭാഗത്തുകളിലെല്ലാം ഇങ്ങനെ റെഡ് കളർ റാഷസ് ഉണ്ടാവും. പിന്നെ ചിലപ്പം സ്കെയിലി സ്കിൻ, അതായത് കുറച്ച് തോലൊക്കെ ഇങ്ങനെ ഇളകി പോകുന്ന പോലെ ചില ഫീലിംഗ് ഉണ്ടാവും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇച്ചിങ് ഉണ്ടാവും. ഇച്ചിങ് എന്ന് പറഞ്ഞാൽ അരിപ്പ് അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവും. പിന്നെ വന്നിട്ട് ചില സമയത്ത് നമ്മളുടെ സ്കിന്ന് കുറച്ച് വീങ്ങിയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ആ ബാധിക്കപ്പെട്ട ഭാഗങ്ങളിൽ വന്നിട്ട് കുറച്ച് തടിപ്പുണ്ടായിരിക്കും. പിന്നെ ഒരു റിങ് വന്നതിന് മേലെ ഇനി ഒരു റിങ് ഓവർലാപ്പിംഗ് ആയിട്ട് കാണാനിടയാവും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു അസുഖത്തിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനിയും ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞു, ഫംഗസ് ആണ് ഇതിന് കാരണം. ഇത് നമ്മളുടെ സ്കിന്നിൻ്റെ ഔട്ടർ ലെയർ, അതായത് എപ്പിഡെർമൽ ലെയറിൽ ഉള്ള ചെറിയ ചെറിയ സെൽസുകളിലാണ് ഈ ഒരു ഫംഗസ് വളരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഇച്ചിരി ഈർപ്പമായിട്ടുള്ള കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ, അതായത് എക്സസീവ് സ്വെറ്റിംഗ് ഉള്ള ആളുകളിൽ ഈ ഒരു ഏരിയ വന്നിട്ട് കുറച്ചും കൂടെ സ്പ്രെഡ് ആവാൻ ഇടയാവുന്നുണ്ട്. അപ്പം ഇത് ആരിൽ നിന്ന് ആരിലേക്കൊക്കെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഇവിടെ പറയുന്നത് ഹ്യൂമൻ ടു ഹ്യൂമൻ. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഇത് ബാധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ആൾ കോണ്ടാക്റ്റിലിരിക്കുന്ന ആൾക്കും അത് മാറാൻ, ഇനി ഒരാളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യാൻ ഇടയാവും. അതായത് സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റിൽ ഇപ്പോൾ ഒരാൾക്ക് ആ അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ആ ആളിനെ തൊടുകയോ അല്ലെങ്കിൽ അയാളുമായിട്ട് കോണ്ടാക്റ്റിലിരിക്കുകയാണെങ്കിൽ ഇന്നൊരാൾക്ക് സ്പ്രെഡ് ചെയ്യും. പിന്നെ ഇത് വന്നിട്ട് ഒബ്ജക്റ്റ് ടു ഹ്യൂമൻ സ്പ്രെഡ് ആവും എന്ന് പറയുന്നത്. അതായത് ഇപ്പം എനിക്ക് ഈ ഒരു റിംഗ് വേം ഉണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇന്നൊരാൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ആളിലേക്കും അത് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. പിന്നെ പറയുന്നത് സോയിൽ ടു ഹ്യൂമൻ പറയുന്നത്, അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സോയിലിൽ ഏതെങ്കിലും ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ മനുഷ്യൻ ആ റിംഗ് വേം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സോയിൽ ആരെങ്കിലും ഉപയോഗിച്ചാൽ അവരിലേക്കും ഇത് ബാധിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഇനിയും ഈ ഒരു ഡിസീസസിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, ആർക്കൊക്കെയാണ് ഈ റിംഗ് വേം വരാൻ സാധ്യതയുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഏറ്റവും വാം ക്ലൈമറ്റിൽ താമസിക്കുന്ന ആളുകൾക്ക് ഈ റിംഗ് വേം വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്? അവരാണ് ഏറ്റവും കൂടുതൽ വിയർക്കുന്നത്, സ്വെറ്റ് ചെയ്യുന്നത്. അപ്പം അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ ഒരാൾക്ക് ഈ ഒരു ഡിസീസ് ഉണ്ടെങ്കിൽ ആ വീട്ടിലുള്ള മറ്റുള്ളവർക്കും ഇത് വരാൻ സാധ്യതയുണ്ട്. പിന്നെ പറയുന്നത് ഇപ്പം നമ്മൾ ഒരു വീട്ടിൽ തന്നെ ചിലപ്പം 2 ബ്രദേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ചിലപ്പോൾ ടീഷർട്ടൊക്കെ മാറി ഇടാറുണ്ട്, അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ മാറി ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരാൾക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഇടയുണ്ടെന്ന് പറയുന്നു. അതായത്
ക്ലോത്തിങ് അല്ലെങ്കിൽ ടവലൊക്കെ ഷെയർ ചെയ്യുന്ന ആളുകളിൽ ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യും. പിന്നെ പറയുന്നത് ഈ സ്പോർട്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ അവർ ഏറ്റവും കൂടുതൽ സ്വെറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഈ റെസ്ലിംഗ് അതുപോലത്തെ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നത് ഇന്നൊരാളെയൊക്കെ ടച്ച് ചെയ്തിട്ടാണ് അവർ ആ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നത്. അപ്പോൾ സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്തിങ് ഉപയോഗിക്കുന്നവരാണ്, അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ സ്വെറ്റ് ചെയ്യും. അപ്പോൾ അവരിലും ഈ ഒരു അസുഖം വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഇനി ഇതിനൊക്കെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാവുന്നവർ, ഇനി അടുത്തത് പ്രിവെൻറ്റീവ് മെഷേഴ്സ് പറയുന്നത്, ഇത് വന്നിട്ട് ഇവർ പറയുന്നു ഒരാളിൽ വന്നിട്ട് ഇന്നൊരാളിലേക്ക് വരാൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കുറേ സമയം എടുക്കും. അപ്പം മറ്റൊരാളിൽ ആ സിംറ്റം അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു പക്ഷേ ഇത് മറ്റൊരാളിലേക്ക് ആ ലിമിറ്റഡ് സമയത്തിനുള്ളിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മറ്റൊരാളിൽ ആ സിംറ്റം കാണാൻ കുറച്ച് സമയം കൂടുതലെടുക്കും എന്ന് പറയുന്നു. അപ്പം എങ്ങനെയൊക്കെ നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് പറയുന്നത് ഇവിടെ പറയുന്നു, നമ്മളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റൊരാളിലേക്കും ഈ റിംഗ് വർമിൻ്റേതായിട്ടുള്ള സാധ്യതകൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇത് വന്ന് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞു മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഈ മൃഗങ്ങളിലും ഈ ഒരു റിംഗ് വർം ഡിസീസ് വരും. അത് മൃഗങ്ങൾക്ക് ഒരു പക്ഷെ നമ്മൾക്ക് അവരുടെ സ്കിന്ന് നോക്കിയാൽ കാണാൻ പറ്റത്തില്ല, കാരണം അവർക്ക് നിറയെ ഫർ പൂടെ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള മൃഗങ്ങൾക്ക് എങ്ങനെയാണ് റിംഗ് വർം ഉണ്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത്രയും ഭാഗത്തെ ഫർ വന്നിട്ട് കൊഴിഞ്ഞു പോവും, അത്രയും ഭാഗം അവിടെ പൂട ഉണ്ടാവത്തില്ല. അപ്പം അങ്ങനത്തെ സിംറ്റംസ് നിങ്ങൾ കാണുവാണെങ്കിൽ പെറ്റ്സിനൊക്കെ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ വെറ്റിനറി ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകണമെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെയും ഈ റിംഗ് വർമിൻ്റെ ആയിട്ടുള്ള സിംറ്റംസ് പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പോൾ അവർ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ അവരെയും പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നു. പിന്നെ രണ്ടാമത്തെന്ന് വെച്ചാൽ നിങ്ങളെ തന്നെ ക്ലീൻ ആക്കി സൂക്ഷിക്കുക, നിങ്ങളെയും സൂക്ഷിക്കുക, അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള ഇടങ്ങളൊക്കെ ഇപ്പം വൃത്തികേടായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ സൂക്ഷിച്ച് നല്ലോണം കെയർ ചെയ്യാമെന്ന് പറയുന്നു. പിന്നെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെപ്പോഴും കൂൾ അതുപോലെ തന്നെ ഡ്രൈ ആയിരിക്കാൻ സൂക്ഷിക്കുക. അതായത് ഒരുപാട് സ്വെറ്റ് ചെയ്യുന്നവർ നമ്മളെപ്പോഴും നമ്മളെ തന്നെ ഡ്രൈ ആക്കി വെക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സോപ്പൊക്കെ ഇട്ട് കഴുകാനൊക്കെ ഇവിടെ പറയുന്നു. അവോയ്ഡ് എക്സസീവ് സ്വെറ്റിംഗ് പറയുന്നുണ്ട്. പിന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആനിമൽസുകൾക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ ആനിമൽസിൽ നിന്നുള്ള കോണ്ടാക്റ്റ് മാറ്റുക എന്ന് പറയുന്നു. പിന്നെ നിങ്ങൾ ഒരിക്കലും പേഴ്സണലായിട്ടുള്ള ഐറ്റംസ് ഷെയർ ചെയ്യാതിരിക്കുക, പ്രത്യേകിച്ച് ക്ലോത്ത് അതുപോലെ തന്നെ ടവൽസ്. പിന്നെ ഈ റിംഗ് വർം വന്നിട്ട് ബോഡിയിൽ മാത്രമല്ല ഉണ്ടാകുന്നത്, നമ്മളുടെ പ്രൈവറ്റ് ഏരിയാസ് അതുപോലെ തന്നെ തലയിൽ സ്കാൽപ്പിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷ് പോലും മറ്റൊരാൾക്ക് കൊടുക്കരുത്, അല്ലെങ്കിൽ മറ്റൊരാൾ ഉപയോഗിക്കുന്ന ബ്രഷ് നമ്മൾ ഉപയോഗിക്കരുതെന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ അതായത് നിങ്ങൾ മറ്റൊരാളിൽ നിന്നും ഒന്നും ബോറോ ചെയ്യരുത് പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയാണ് റിംഗ് വർമിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ്, റിസ്ക് ഫാക്ടേഴ്സ്, കോസസ്, സിംറ്റംസ് എല്ലാം. ഇനിയും കുറച്ച് ഹോം റെമഡീസ് കൂടെ പറഞ്ഞിട്ട് ഈ ഹെൽത്ത് ടോക്കിൽ നിന്ന് വിരമിക്കുന്നു. അതായത് എന്തൊക്കെ നമ്മൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ആൻറ്റി ഫംഗൽ ക്രീംസൊക്കെ അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ചാൽ ഒരു പരിധിവരെ ഈ ഒരു ഡിസീസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുകൂടാതെ നമ്മൾക്ക് വീട്ടിൽ തന്നെ എന്തൊക്കെ ചെയ്യാം. ഒന്നാമത്തത്, ഇപ്പോൾ നിങ്ങൾക്ക് റിംഗ് വർം ഉള്ള ഒരാളാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളെ തന്നെ ക്ലീൻ ആക്കി സൂക്ഷിക്കുക. കാരണം ആ അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയ എപ്പോഴും സോപ്പ് ഉപയോഗിച്ച് കഴുകി സൂക്ഷിക്കുക. കാരണം അവിടെ ഈർപ്പമായിട്ടിരുന്ന ഇനിയും അത് കൂടുതൽ സ്പ്രെഡ് ചെയ്യാനിടയാവും. പിന്നെ കോക്കനട്ട് ഓയിൽ പറയുന്നത് നല്ലൊരു ഹോം റെമഡി ആയിട്ട് പറയുന്നു. അതായത് ഈ കോക്കനട്ട് ഓയിലിന് നമ്മൾക്കറിയാം ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ റിംഗ് വർമിനെ ഒരു പരിധിവരെ ട്രീറ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കപ്പെടുന്നു. അത് വന്നിട്ട് കോക്കനട്ട് ഓയിൽ ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇത് ബാധിക്കപ്പെട്ട സ്ഥലത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിൻ നല്ലോണം അബ്സോർബ് ചെയ്തിട്ട് ഒരു പരിധിവരെ ഇതിനെ കുറയ്ക്കാൻ, ഈ ഒരു അസുഖത്തിനെ കുറയ്ക്കാൻ സാധിക്കുന്നു. ലാസ്റ്റ് വന്നിട്ട് നമ്മൾക്കറിയാം ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി, അതിനും നമ്മൾക്കറിയാം നിറയെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫംഗസ് ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ
ഈ ടർമറിക് പൗഡർ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾക്ക് അത് ബാധിക്കപ്പെട്ട സ്ഥലത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് കൂടുതൽ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ സഹായിക്കും. പിന്നെ ഇവർ പറയുന്നു ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് ടർമറിക് വാട്ടർ വന്നിട്ട് നിങ്ങൾക്ക് കുടിക്കാനും പറ്റും എന്ന് പറയുന്നു. ഇപ്പോൾ ഇൻറ്റേർണലായിട്ടുള്ള എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ കൂടെ ഇതിനെ സഹായിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയാണ് റിംഗ് വോമിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഹോം റെമഡീസ്. അപ്പം റിംഗ് വോമിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ബൈബിൾ വാക്യം വായിച്ചുകൊണ്ട് ഹെൽത്ത് ടോക്കിൽ നിന്ന് വിരമിക്കുന്നു. എക്സോഡസ് ചാപ്റ്റർ 23:25. മലയാളത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, ഞാൻ രോഗങ്ങളെ നിൻ്റെ നടുവിൽ നിന്നും അകറ്റിക്കളയും. അതായത് ഇപ്പോൾ റിംഗ് വോമിനെ പറ്റി അല്ല ഇവിടെ ഈ ഒരു വാക്യത്തിൽ പറയുന്നത്. മാം വായിക്കാമോ? അതായത് നമ്മൾക്ക് ഇപ്പോൾ എന്തെങ്കിലും വ്യാധി അല്ലെങ്കിൽ രോഗങ്ങളുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിനെ സേവിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെയും അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെയും കുടിക്കുന്ന വെള്ളത്തിനെയെല്ലാം ദൈവം അനുഗ്രഹിക്കുമെന്ന് പറയും. നമ്മൾക്കൊരു രോഗവും തട്ടാതെ തന്നെ കാത്തു പരിപാലിക്കും. അപ്പം ദൈവം നമ്മൾക്ക് ബുദ്ധി നൽകിയിട്ടുണ്ട്. അത് ഇപ്പോൾ ഒരു രോഗം വന്നാലും അത് എങ്ങനെ മാറ്റിയെടുക്കാം അല്ലെങ്കിൽ അതിനുള്ള പ്രതിവിധിയും ദൈവം നമ്മൾക്ക് മനസ്സിലാക്കുവാനുള്ള ബുദ്ധി നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ തന്നെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഹെൽത്ത് ടോക്കിൽ നിന്ന് വിരമിക്കുന്നു.